ഞാൻ നിങ്ങളുടെ മുന്നിൽ ആഗതനായിരിക്കുന്നു. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസ്സും അഭിമാനവും ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാൻ എന്റെ ഗവൺമെന്റ് എന്നും പ്രതിജ്ഞാബദ്ധമായിരുന്നു. അനധികൃത ഭാവിയിൽ ലോകത്തെ നയിക്കുന്ന തരത്തിലേക്ക് ഭാരതത്തെ എത്തിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി രാജ്യം പല മേഖലകളിലും സർവതോന്മുഖമായ വളർച്ച കൈവരിക്കേണ്ടതുണ്ട്. ഇതിലേക്ക് എന്റെ ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. രാജ്യത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണല്ലോ. അതുകൊണ്ട് വികസനത്തിന്റെ നാന്ദി കുറിക്കൽ ഗ്രാമങ്ങളിൽ നിന്നാകട്ടെ. രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിച്ച് അവയെ സ്വയം പര്യാപ്തമാക്കുക, തദ്വാര രാജ്യത്തിന് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കുക എന്നതാണ് ഈ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഗ്രാമങ്ങളിൽ ഗതാഗതം, വെള്ളം, വെളിച്ചം, പാർപ്പിടം, ആരോഗ്യ സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുക, അതുവഴി ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ഗ്രാമവികസന മിഷൻ എന്ന പദ്ധതിക്ക് ഗവൺമെന്റ് രൂപം നൽകിയിട്ടുണ്ട്. ശുചിത്വ ഭാരത് അഥവാ നിർമ്മൽ ഭാരത് എന്ന ലക്ഷ്യം മുൻനിർത്തി പരിസ്ഥിതി സൗഹാർദ്ദ ഗ്രാമങ്ങളെ നിർമ്മിക്കുക എന്നതും ഈ പദ്ധതിയുടെ ഭാഗമാണ്. അതിലേക്കായി ഉറവിടങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിച്ച് ഊർജോത്പാദനം നടത്തുക എന്നതും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണല്ലോ. ജനതയുടെ 2/3 ഭാഗവും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട് ഉപജീവനം നയിക്കുന്ന നാടാണ് നമ്മുടേത്. ആയതിനാൽ കാർഷിക മേഖലയുടെ ഉന്നമനത്തിലേക്ക് അടിയന്തര ശ്രദ്ധ പതിപ്പിക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളിലൂടെ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്യും. ഇതുകൂടാതെ കർഷകർക്ക് സ്വയം സഹായ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക. സബ്സിഡിയോടുകൂടി വിത്ത്, വളം, കാർഷികോപകരണങ്ങൾ എന്നിവ കൃഷിഭവനിലൂടെ ലഭ്യമാക്കും. ജനിതകമാറ്റം വരുത്തിയ വിളകളുടെയും വിത്തനങ്ങളുടെയും ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പുതിയ വിത്തിനങ്ങൾ വികസിപ്പിക്കുവാൻ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇതുവഴി രാജ്യത്തിന്റെ കാർഷിക പൈതൃകം കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ നയം. ലോക വ്യാവസായിക ഭൂപടത്തിൽ രാജ്യത്തിന്റെ സ്ഥാനം മുൻപന്തിയിൽ എത്തിക്കുവാൻ ഇൻഡസ്ട്രിയൽ പോളിസി 2014-15 ഗവൺമെന്റ് രൂപം നൽകും. വ്യാവസായിക വികസനവും നഗര വികസനവും കൈകോർത്ത് നീങ്ങുന്ന നയമായിരിക്കും സ്വീകരിക്കുക. രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വ്യാവസായിക ഇടനാഴികൾ സ്ഥാപിക്കും. പൊതു സ്വകാര്യ മേഖലകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി വിദേശ നിക്ഷേപ പ്രോത്സാഹന ബോർഡ് രൂപീകരിക്കും. പീഡിത വ്യവസായശാലകളുടെ ഏറ്റെടുക്കലും പുനരുദ്ധാരണവും ഊർജിതമാക്കും. രാജ്യത്തെ കര, തുറമുഖ, റെയിൽ മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക മേഖലകൾ സ്ഥാപിക്കുകയും അവിടെ അടിസ്ഥാന സൗകര്യ വികസനവും പ്രത്യേക നികുതി ഇളവുകളും നൽകുകയും ചെയ്യും. രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി കുറയ്ക്കും. ചെറുകിട വ്യാവസായിക മേഖലകളുടെ വളർച്ചയ്ക്കായി സിപിയുമായി ചേർത്ത് പദ്ധതികൾ ആവിഷ്കരിക്കും. രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കും. ഇതിനായി IIT, IIM മാതൃകയിലുള്ള കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും അതുവഴി മസ്തിഷ്ക ചോർച്ച തടയുകയും ചെയ്യും. ജനസംഖ്യയുടെ 75% വരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും വയോജനങ്ങളുടെയും സാമൂഹ്യ ജീവിതം സുരക്ഷിതമാക്കുന്നതിന് ഗവൺമെന്റ് ഒട്ടേറെ കർമ്മ പരിപാടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ ജനവിഭാഗങ്ങൾക്ക് നേരെയുള്ള വിവിധതരം അതിക്രമങ്ങൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനായി നിയമനിർമ്മാണം നടത്തും. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സമൂഹ മനസാക്ഷിയെ ബോധവൽക്കരിക്കുന്നതിനും ദുരഭിമാന കൊലകൾ ഒഴിവാക്കുന്നതിനും പുതിയ നിയമനിർമ്മാണം നടത്തും.
വരുന്ന 5 വർഷത്തിനുള്ളിൽ തന്നെ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള തീരുമാനം നടപ്പിലാക്കും. ആഭ്യന്തര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിവിധ സേനാ വിഭാഗങ്ങളിലെ അംഗബലം വർദ്ധിപ്പിക്കും. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെയും നക്സലിസത്തെയും ശക്തമായി അടിച്ചമർത്തും. രാജ്യത്തെ കായിക വളർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിൽ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കും. 2025 ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നിവ തുടച്ചു നീക്കുകയും ഭരണരംഗത്തെ സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് അഴിമതി വിരുദ്ധ ഭരണം കാഴ്ചവെക്കുകയും ചെയ്യും. ഇതിന്റെ ആദ്യ ചുവടുവെപ്പായി ജനലോക്പാൽ ബിൽ ഭേദഗതിയോടുകൂടി പാസാക്കും. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, കരുത്തുറ്റ ഭാരത സൃഷ്ടിക്കായി നിങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടു കൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ജയ് ഹിന്ദ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഹരിത. ശ്രീമതി ഹരിത താങ്കളുടെ സത്യപ്രതിജ്ഞ ദൈവനാമത്തിലാണോ ദൃഢപ്രതിജ്ഞയാണോ? ദൃഢപ്രതിജ്ഞ. ഏത് ഭാഷയിലാണ് സത്യപ്രതിജ്ഞ? മലയാളം. ഹരിത കരുണാകരൻ എന്ന ഞാൻ നിയമം വഴി നിലവിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കർണാടകയിലെ മാണ്ഡ്യ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി തേജാക്ഷി. ശ്രീമതി തേജാക്ഷി താങ്കളുടെ സത്യപ്രതിജ്ഞ ദൈവനാമത്തിലാണോ ദൃഢപ്രതിജ്ഞയാണോ? ദൈവനാമത്തിൽ. ഏത് ഭാഷയിലാണ് സത്യപ്രതിജ്ഞ? കന്നഡ.
ತೇಜಾಕ್ಷಿ ಎಂಬ ನಾನು ಮಾದರ ಪಾರ್ಲಿಮೆಂಟಿನ ಒಂದು ಸದಸ್ಯನಾಗಿ ಆಯ್ಕೆ ಆಗಿರುವುದರಿಂದ ನಿಯಮ ಪ್ರಕಾರ ಬಳಕೆಗೆ ಬಂದ ಭಾರತದ ಸಂವಿಧಾನದಲ್ಲಿ ನಿರ್ವಾಜ್ಯವಾದ ವಿಶ್ವಸ್ತತೆ ಗೌರವ ಕಾಪಾಡುವೆನೆಂದು ಮತ್ತು ಭಾರತದ ಪರಮಾಧಿಕಾರ ಅಖಂಡತೆಯಲ್ಲಿ ನಾನು ಕೈಗೊಳ್ಳುವ ಕರ್ತವ್ಯವನ್ನು ವಿಶ್ವಾಸದಿಂದ ಮಾಡುವೆನೆಂದು ದೇವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರತಿಜ್ಞೆಯನ್ನು ಮಾಡುತ್ತೇನೆ. മഹാരാഷ്ട്രയിലെ മുംബൈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ആതിര. താങ്കളുടെ സത്യപ്രതിജ്ഞ ദൈവനാമത്തിലാണോ ദൃഢപ്രതിജ്ഞയാണോ? ദൈവനാമത്തിൽ. ഏത് ഭാഷയിലാണ് സത്യപ്രതിജ്ഞ? ഇംഗ്ലീഷ്. I, Andrea K, having been elected a member at the House of the Parliament, do swear in the name of God that I will bear true faith allegiance to the Constitution of India, as by law established, that I will faithfully uphold the sovereignty and integrity of India, and I will faithfully discharge the duty upon which I am about to enter. അടുത്തതായി അനുശോചന പ്രമേയം. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ഇവിടെ ചേർന്ന എല്ലാവരോടും എനിക്ക് ഒരു ദുഃഖവാർത്ത അറിയിക്കാനുണ്ട്. ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരങ്ങളിൽ വീശിയടിച്ച ഹുദ്ഹുദ് കൊടുങ്കാറ്റ് ആ പ്രദേശങ്ങളിലാകെ കനത്ത നാശനഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. നിരവധി പേരുടെ ജീവനും സ്വത്തിനും വിനാശം വരുത്തിയ കൊടുങ്കാറ്റിന്റെ തീവ്രത ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് വരുത്തിവെച്ച ആൾനാശവും സ്വത്തുവകകളുടെ നാശവും ഒരു ദേശീയ ദുരന്തമാണ്. ഈ സമ്മേളന വേളയിൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിച്ച തീരാ ദുഃഖത്തിലും കൊടുങ്കാറ്റിൽപ്പെട്ട് മരിച്ചവർക്കും സഭ അനുശോചനം രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. സർ, ചെയർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ വീശിയടിച്ച ഹുദ്ഹുദ് കൊടുങ്കാറ്റ് ഒരു ദേശീയ ദുരന്തം തന്നെയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഈ കൊടുങ്കാറ്റ് ആന്ധ്രയുടെ വടക്കൻ തീരത്ത് അതിശക്തമായി വീശിയടിക്കുകയായിരുന്നു. 5 ജില്ലകളിൽ നിന്നായി 10,000-കണക്കിന് പേരെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നിട്ടുള്ളത്. ആന്ധ്രയിലെ 5ഉം ഒഡീഷയിലെ 8 ജില്ലകളുമാണ് കൊടുങ്കാറ്റിന്റെ പ്രഹരപരിധിയിൽപ്പെട്ടത്. മണിക്കൂറിൽ 170 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച കൊടുങ്കാറ്റിന്റെ ശക്തിയിൽ കടലിൽ 30 മുതൽ 45 അടി വരെ തിരമാലകൾ ഉയർന്നു. ഇത് പല പ്രദേശങ്ങളെയും വെള്ളത്തിലാക്കി. വാർത്താവിനിമയ ഗതാഗത സംവിധാനങ്ങൾ ഇതുമൂലം താറുമാറായി. ആയിരക്കണക്കിന് പേർ ഭവനരഹിതരായി. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കണക്കനുസരിച്ച് 40 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് അടിയന്തരമായി 1000 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ധനസഹായം നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ എന്റെ ഗവൺമെന്റ് അനുശോചനം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്ലീസ്. സർ, ചെയറിന്റെയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും അഭിപ്രായങ്ങളോട് ഞാൻ യോജിക്കുന്നു. ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും വീശിയടിച്ച ഹുദ്ഹുദ് ചുഴലിക്കാറ്റ് ഒരു ദേശീയ ദുരന്തം തന്നെയാണ്. ഗവൺമെന്റ് ഔദ്യോഗിക കണക്ക് പ്രകാരം 40 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും നിരവധി പേർ ഭവനരഹിതരായതായും അറിയാൻ കഴിഞ്ഞു. ഗവൺമെന്റ് ഒരുപാട് മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും പേർക്ക് ജീവഹാനി സംഭവിച്ചത് ഗൗരവമേറിയതാണ്. ദുരന്ത നിവാരണത്തിന് ഗവൺമെന്റ് കൈക്കൊള്ളുന്ന നടപടികൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. മരിച്ചവരുടെ ഉറ്റവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ അനുശോചിക്കുന്നു. മരിച്ചവരോടുള്ള ആദരസൂചകമായി
എന്റെ ചോദ്യങ്ങൾക്ക് ബഹിരാകാശ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള Yes. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സദ്യം മറുപടി പറയാമോ? Yes, yes. ചോദ്യം എ. ഭാരതത്തിന്റെ ബഹിരാകാശ ദൗത്യങ്ങളിൽ അഭിമാനകരമായ നേട്ടമാണ് മംഗൾയാന്റെ Yes, വിക്ഷേപണം. yes. Come to the point. സർ, ഈ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഇതുവരെ എത്ര രൂപ ചിലവഴിച്ചിട്ടുണ്ട്? ഡി. Yes. പദ്ധതി കൊണ്ട് ശാസ്ത്രീയമായ ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെടുകയുണ്ടായി. ജനസംഖ്യയിൽ Yes. നല്ലൊരു ഭാഗവും ഇപ്പോൾ ദാരിദ്ര്യത്തിൽ കഴിയുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരം പദ്ധതികൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, പ്ലീസ്. സർ, എ. ഈ ദൗത്യത്തിനായി ഭാരതം 500 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ബി. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ ആശങ്ക Yes, അസ്ഥാനത്താണ്. ഈ ഒരു ദൗത്യത്തോടു കൂടി ഭാരതം ബഹിരാകാശ രംഗത്ത് Yes. പ്രഥമ ഗണനീയ സ്ഥാനം നേടുകയുണ്ടായിരുന്നു. ആദ്യ ചൊവ്വാദൗത്യത്തിന്റെ വിജയത്തിലെത്തിച്ച ലോകത്തിലെ ഏക രാജ്യമാണ് നമ്മുടെ ഭാരതം. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിവയ്ക്ക് ശേഷം ചൊവ്വാ ദൗത്യം വിജയിച്ച രാജ്യവും ഏഷ്യയിലെ ആദ്യ രാജ്യം കൂടിയാണ് നമ്മുടേത്. ഈ ഒരു ദൗത്യ വിജയത്തോടു കൂടി ഭാരതം ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ സംശയ നിവാരണത്തിലേക്കായി പറയുകയാണ്, ചൊവ്വയിലെ മീഥേൻ വാതകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയാണ് ഈ ഒരു ദൗത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റ് രാജ്യങ്ങൾ ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി ഇത്തരം ദൗത്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ISRO 500 കോടി രൂപയ്ക്കാണ് ഈ ഒരു ദൗത്യം വിജയിച്ചത്. രാജ്യത്തിന്റെ ബജറ്റ് വിഹിതത്തിന്റെ 0.01% മാത്രമേ വരുന്നുള്ളൂ. അതായത് ഓരോ ഭാരതീയനും ഏകദേശം 4 രൂപ പ്രതിശീർഷ ചെലവ് മാത്രമേ വരുന്നുള്ളൂ. പരിമിതികൾ ഏറെ ഉണ്ടായിട്ട് പോലും ഈ ദൗത്യം വിജയിപ്പിച്ച ISROയിലെ ശാസ്ത്ര സമൂഹം ഈ വേളയിൽ പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുന്നു. ചോദ്യം നമ്പർ 2. ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി ആതിരാരാഘവൻ. സർ, താഴെ കൊടുക്കുന്ന എന്റെ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി സദയം മറുപടി നൽകാം. ചോദ്യം എ. വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗം വൻതോതിൽ നടക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബി. ഉണ്ടെങ്കിൽ ഇത് തടയാൻ ഗവൺമെന്റ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പ്രവീണ, പ്ലീസ്. സർ, എ. ഉണ്ട്. ബി. ഇത്തരം പ്രവർത്തികൾ തടയാൻ സംസ്ഥാനങ്ങളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും നാർക്കോട്ടിക് സെല്ലിന്റെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർമാരുടെയും ഒരു സംയുക്ത യോഗം വിളിച്ചുകൂടി നിരോധിത പുകയില ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നത് തടയുന്നതിനുള്ള സംവിധാനം ഉടനടി നിലവിൽ വരുത്തുന്നതാണ്. ഇതിനേക്കാൾ ഓർഗാനികത്തിലെ സർ, വളരെ കാലമായി നിലനിൽക്കുന്ന ഈ പ്രവണത തടയാൻ കാലതാമസം വരുത്തിയുള്ള കാരണം വിശദീകരിക്കാം. മിനിസ്റ്റർ. സർ, ഈ ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് ബഹുമാനപ്പെട്ട അംഗം തന്നെയാണ്. നിങ്ങൾ സർക്കാരുകളിലെ ചെയ്തികളെ വിമർശിക്കാൻ സമയം പാഴാക്കാതെ ഇന്ന് അതെങ്ങനെ തരണം ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുവേണ്ട തീരുമാനങ്ങളാണ് ആരോഗ്യ മന്ത്രാലയം എടുത്തിട്ടുള്ളത്. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ശരിയാണ്. നിയമത്തോടൊപ്പം ഇത്തരം പ്രവർത്തികളുടെ ദൂഷ്യവശങ്ങളെ കുറിച്ച് കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മറ്റ് സാമൂഹ്യ സംഘടനകളുടെയും സഹായത്തോടുകൂടി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതാണ്. കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളെ ഈ പരിപാടി പങ്കെടുക്കുന്നു. മിനിസ്റ്റർ. സർ, തീർച്ചയായും. സർ, ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുള്ള കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി ഏത് നടപടിയാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്? മിനിസ്റ്റർ. സർ, ഇത്തരം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി ബ്ലോക്ക് തലത്തിൽ ഡീഅഡിക്ഷൻ സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. കോട്ട്പാ നിയമത്തിൽ ഇതിനുള്ള ഭേദഗതികൾ വരുത്തുന്നതാണ്. ചോദ്യം നമ്പർ 3. ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി ആതിര എം കെ. സർ, താഴെ പറയുന്ന എന്റെ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി സദയം മറുപടി നൽകാമോ? എ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ വരും വർഷത്തിൽ രാജ്യത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ശൗചാലയങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം വിശിഷ്യ പെൺകുട്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് സ്കൂളുകളിൽ ആവശ്യമായ ശൗചാലയങ്ങൾ. ചോദ്യത്തിലേക്ക് കടക്കൂ. സർ,
ഗവൺമെന്റ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? ബി. ഉണ്ടെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? സി. ഇതിലേക്കായി ബജറ്റ് വിഹിതം എത്രയാണ്? ബഹുമാനപ്പെട്ട മാനവശേഷി വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ശ്രേയാ ദാസ്. സർ, എ ഉണ്ട്. ബി. ഗവൺമെന്റ് മുഴുവൻ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെയും ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. പ്രസ്തുത യോഗത്തിൽ രാജ്യത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതിയായ ശൗചാലയങ്ങൾ പണിയാൻ മന്ത്രാലയം നിർദ്ദേശം നൽകി. സർ, ശൗചാലയങ്ങളില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രയാണ്? മിനിസ്റ്റർ. സർ, കണക്കുകൾ ലഭ്യമല്ല. വിദ്യാലയങ്ങളിലെ ശൗചാലയ നിർമ്മാണത്തിന് സന്നദ്ധ സംഘടനകൾ താൽപര്യപൂർവ്വം മുന്നോട്ട് വന്നാൽ അവരുടെ സഹായം സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സർ, തീർച്ചയായും സ്വീകരിക്കും. പല സന്നദ്ധ സംഘടനകളും വൻകിട വ്യവസായശാലകളും അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി ഇത്തരം പദ്ധതികൾക്ക് പണം മുടക്കുവാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ചോദ്യം നമ്പർ 4 ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി വിസ്മയ. സർ, ബഹുമാനപ്പെട്ട മാനവ വിഭവശേഷി മന്ത്രി താഴെ പറഞ്ഞ എന്റെ ചോദ്യങ്ങൾക്ക് സദയം മറുപടി നൽകാമോ? ചോദ്യം എ. സർ, നമ്മുടെ രാജ്യത്ത് IIM, IIT പോലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും വിദ്യാഭ്യാസം നേടുന്ന യുവജനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന മസ്തിഷ്ക ചോർച്ച ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബി. മാനേജ്മെന്റ്, IT എന്നീ മേഖലകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഭാസം തടയാൻ ഗവൺമെന്റ് അടിയന്തര നടപടി കൈക്കൊള്ളുന്നു. സർ, എ ഉണ്ട്. ബി. സ്വീകരിക്കും. ആയതിനേക്കായി രാജ്യത്തിനകത്ത് തന്നെ മാനേജ്മെന്റ്, IT മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. വിദ്യാർത്ഥികളുടെ നൂതന വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കും. പഠനകാലങ്ങളിൽ തന്നെ ഇത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഉദാരമായ ബാങ്ക് വായ്പാ സൗകര്യങ്ങൾ ലഭ്യമാക്കും. കൂടുതൽ സ്റ്റാർട്ടപ്പ് വില്ലേജുകൾ, ഇൻക്യുബേഷൻ സെന്ററുകൾ എന്നിവ സ്ഥാപിക്കും. ചുരുക്കത്തിൽ രാജ്യത്തെ യുവജനങ്ങളുടെ ബുദ്ധിശക്തി രാജ്യത്തിന് തന്നെ ഗുണകരമാവുന്ന വിധത്തിൽ ഇവിടെ തന്നെ വിനിയോഗിച്ച് മസ്തിഷ്കത്തോടെ നിന്നുള്ള നടപടികൾ സത്വരമായി കൈക്കൊള്ളും. ചോദ്യം നമ്പർ 5 ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി കാവ്യ കെ. സർ, താഴെ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി സദയം മറുപടി നൽകാമോ? ചോദ്യം എ. എൻഡോസൾഫാൻ മാലിന്യയോടുകൂടിയ മാരകമായ കീടനാശിനികൾ കാർഷിക വിളകളിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള വിപത്ത് ഒഴിവാക്കാൻ ഇവയുടെ ഉപയോഗം നിരോധിക്കുമോ? ബി. ഇവയുടെ ഉപയോഗം മൂലം മരണവും അംഗവൈകല്യവും സംഭവിച്ചവരുടെ കാര്യം വ്യക്തമാക്കാമോ? സി. അംഗവൈകല്യം സംഭവിച്ചവരുടെ ശുശ്രൂഷയ്ക്കും പുനരധിവാസത്തിനും വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി കുമാരി നിതിഷ പ്ലീസ്. സർ, എ. ഇത് 2011 ജനുവരി മാസം 10-ാം തീയതി ഗവൺമെന്റ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഇത്തരം കീടനാശിനികളുടെ ഉപയോഗം നിരോധിച്ചു. സർ, ബി. വിവരം ശേഖരിച്ചു വരുന്നു. ശുശ്രൂഷയ്ക്കായി 1 ലക്ഷം രൂപ വീതം ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ആശുപത്രികളിലൂടെ ഇവർക്ക് സൗജന്യ വൈദ്യസഹായവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർ, പ്രധാനപ്പെട്ട ഏത് വിഷയത്തെ പറ്റി കണക്ക് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഗവൺമെന്റ് നൽകുന്നത്. ഇത് ഗൗരവമായി കണ്ട് മന്ത്രിമാരുടെ കൃത്യമായ കണക്കുകൾ പറയുന്നതിന് അങ്ങ് നിർദ്ദേശം നൽകണം. ഗൗരവമുള്ള പ്രശ്നങ്ങളെ പറ്റി അംഗങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ കണക്കുകളും ഉത്തരങ്ങളും നൽകേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. അത് ബഹുമാനപ്പെട്ട മന്ത്രിമാരെ ചെയർ ഓർമ്മിപ്പിക്കുന്നു. ഗവൺമെന്റ് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിലും അത്യന്തം മാരകമായ ഇത്തരം കീടനാശിനികൾ ഉപയോഗിക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മിനിസ്റ്റർ. ഇതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഇത്തരം പ്രകോപനപരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ഇതിന് മറുപടി പറയേണ്ടതില്ല. ചോദ്യം നമ്പർ 6 ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി ശരണ്യ പി കെ. സർ, താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രി സദയം മറുപടി പറയാം. ചോദ്യം എ. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ആക്രമണം ഗവൺമെന്റ് ഗൗരവത്തോടെ കാണുന്നുണ്ടോ? ബി. ഉണ്ടെങ്കിൽ എന്തൊക്കെ നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്? സി. പാകിസ്ഥാന്റെ വെടിവെപ്പിൽ ഇതുവരെ 8 സൈനികർക്കും തദ്ദേശവാസികൾക്കും
പാട്ടിയൻ. സർ, താഴെ പറയുന്ന മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട എന്റെ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട പരിസ്ഥിതി വകുപ്പ് മന്ത്രി സദയം മറുപടി നൽകാമോ? ചോദ്യം എ. ഡൽഹി, മുംബൈ പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം ഊർജിതപ്പെടുത്തുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാമോ? ബി. ഇതിനാവശ്യമായ തുക സംസ്ഥാനങ്ങൾക്ക് നൽകാമോ? ബഹുമാനപ്പെട്ട പരിസ്ഥിതി മന്ത്രി കുമാരി അഭിരാമി പ്ലീസ്. സർ, എ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സത്വര നടപടി ഉണ്ടാകുന്നതായിരുന്നു. ചോദ്യോത്തരവേള അവസാനിച്ചു. അടിയന്തര പ്രമേയം. ഉത്തർപ്രദേശിലെ മുസാഫർ, ബദായൂൺ പോലുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന പെൺകുട്ടികൾക്ക് നേരെയുള്ള പീഡനങ്ങളെ പറ്റിയും ദുരഭിമായ കൊലകളെ പറ്റിയും സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് കാണിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് ബഹുമാനപ്പെട്ട ശ്രീമതി ശ്രീഷ്മയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പ്ലീസ്. സർ, ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി ശ്രീഷ്മയുടെ ആശങ്ക ഞാൻ ശരിവയ്ക്കുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദാരുണ സംഭവങ്ങളാണ് ഈ മഹത്തായ രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2014 ജൂൺ മുതൽ ഒക്ടോബർ വരെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രദേശത്തെ പിന്നാക്കാവസ്ഥയും നിരക്ഷരത, ദാരിദ്ര്യം, സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം എന്നിവ ഇത്തരം അതിക്രമങ്ങൾക്ക് വളമാകുന്നുണ്ട്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള ഇത്തരം അതിക്രമങ്ങളും പീഡനങ്ങളും ഗവൺമെന്റ് അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. സ്ത്രീകളും പെൺകുട്ടികളും രാജ്യത്തിന്റെ സമ്പത്താണ്. സ്ത്രീ സുരക്ഷ, രാജ്യസുരക്ഷ എന്ന കാഴ്ചപ്പാടാണ് ഗവൺമെന്റ് പോകുന്നത്. ആഭ്യന്തര വകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പും ചേർന്ന് രാജ്യത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒട്ടേറെ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയും പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയുമായ ഇന്ദിരാ ഗോസ്വാമിയുടെ നേതൃത്വത്തിൽ 3 കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഈ സാഹചര്യത്തിൽ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിനയപൂർവ്വം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണത്തിന്റെ വെളിച്ചത്തിൽ അടിയന്തര പ്രമേയത്തിന് ചെയർ അനുമതി നിഷേധിക്കുന്നു. അതിസങ്കീർണമായ ഈ സാമൂഹ്യ വിഷയത്തെ ഗവൺമെന്റ് തീരെ ലാഭത്തോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. മാധ്യമങ്ങളിൽ നിരവധി തവണ വാർത്തകൾ വന്നിട്ടുകൂടി ഈ വിഷയത്തെ ഗവൺമെന്റ് വേണ്ടത്തോടെ ഒരുവത്തോടെ എടുത്തിട്ടില്ല. അക്രമികളെ കണ്ടെത്തുന്നതിനോ മാതൃകാപരമായ ശിക്ഷണം നടപ്പാക്കുന്നതിനോ കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ഇന്നുവരെ തയ്യാറായിട്ടില്ല. നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷാ പാളിച്ചയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. വെറുമൊരു പ്രസ്താവനയിൽ ഒതുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി തത്സമയം രാജിവെക്കുകയാണ് വേണ്ടത്. ഈ അവസ്ഥയിൽ അടിയന്തരമായി സഭ നിർത്തിവെച്ചും ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പ്ലീസ്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗത്തിന്റെ വികാരത്തോട് ഗവൺമെന്റ് സർവാത്മന യോജിക്കുന്നു. എങ്കിലും ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഒരു കൃത്യവിലോപം ഉണ്ടായതായി പ്രതിപക്ഷത്തിന് പോലും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല അന്ന് ഭരണപക്ഷത്തിരിക്കുമ്പോൾ തയ്യാറായില്ല. ശക്തമായ നിലപാടെടുക്കുക എന്നതാണ് നമ്മുടെ ആവശ്യം. ഗവൺമെന്റ് ഉത്തർപ്രദേശ് ആഭ്യന്തരമന്ത്രിയോട് സംഭവത്തെപ്പറ്റി അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനും IPC-യിൽ ഭേദഗതി വരുത്താൻ ഗവൺമെന്റ് തയ്യാറാണ്. പ്രശ്നബാധിത മേഖലകളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വർദ്ധിച്ചുവരുന്ന ഇത്തരം ആക്രമണങ്ങളും ദുരഭിമാന കൊലപാതകങ്ങളും തടയുന്നതിന് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഗ്രാമപഞ്ചായത്തുകളിലെ ഗ്രാമസഭകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഈ പ്രമേയം ചർച്ച ചെയ്യുന്നതുകൊണ്ട് കൂടുതലായൊന്നും നേടാൻ കഴിയില്ല. ഇക്കാരണത്താൽ പ്രമേയത്തിന് അനുമതി നൽകേണ്ടതില്ലെന്ന് വീണ്ടും സമർപ്പിച്ചുകൊള്ളുന്നു. നിർഭാഗ്യകരമായ സംഭവമാണ് യുപിയിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഗവൺമെന്റ് വേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു. പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ കക്ഷിയും സഭ ബഹിഷ്കരിച്ചു. നിർഭാഗ്യകരമായ സംഭവമാണ് സഭയിൽ നടക്കുന്നത്. സഭ നടത്തിക്കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട സഭാംഗങ്ങൾ സഹകരിക്കണം. അടുത്ത നടപടിക്രമത്തിലേക്ക് സഭ കടക്കുന്നു. പേപ്പർ മേശപ്പുറത്ത് വയ്ക്കൽ. ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ശ്രീമതി പ്രവീണ ഭക്ഷ്യസുരക്ഷാ ബിൽ 2014 മേശപ്പുറത്ത് വയ്ക്കുന്നതാണ്. സർ, 2014 കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ ബിൽ വിജ്ഞാപനം 326/2014 ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പ്ലീസ്. സർ, വിൽപ്പന നികുതിയെ സംബന്ധിച്ച ഭേദഗതി വിജ്ഞാപനം നമ്പർ 331/2014 ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി പ്ലീസ്. സർ, 1997 റെയിൽവേ സുരക്ഷ നിയന്ത്രണവും വികസനവും എന്ന നിയമത്തിലെ സെക്ഷൻ 12 സബ്സെക്ഷൻ 3 സംബന്ധിച്ച വിജ്ഞാപനം ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി ഹരിത. സർ, നമ്മുടെ രാജ്യത്ത് കോളേജ് സ്കൂൾ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അതിഭീകരമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. രാജ്യത്തെ ഭാവി തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ജീവിതം തുലയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറുപ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ഇത്തരം മദ്യമയക്കുമരുന്ന് മാഫിയകളുടെ പിടിയിലകപ്പെട്ട് പിന്നീട് നമ്മുടെ രാജ്യത്തെ യുവതലമുറയെ ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ കൈകളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ആരോഗ്യ സാമൂഹ്യ ക്ഷേമ വകുപ്പുകൾ രാജ്യത്തെ ക്യാമ്പസുകളെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടി എന്ത് നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത്? വിദ്യാർത്ഥി സമൂഹം രാജ്യത്തിന്റെ സമ്പത്താണ്. ഭാവി ഭാരതം കെട്ടിപ്പടുക്കേണ്ടത് അവരാണ്. ഗവൺമെന്റ് വിഷയം ഗൗരവമായി കാണുന്നതാണ്. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം ഗവൺമെന്റ് തികഞ്ഞ ഗൗരവത്തോടുകൂടി കാണുന്നു. വിദ്യാർത്ഥി സമൂഹത്തെ ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ അല്ലെങ്കിൽ മാഫിയകളുടെ കൈകളിൽ നിന്ന് രക്ഷിക്കുക എന്നത് സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ പതിഞ്ഞിട്ടുള്ള കാര്യമാണ്. വിദ്യാർത്ഥികളെ പലവിധത്തിൽ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് മാഫിയകൾ വിദ്യാർത്ഥികളെ അവരുടെ വലയിലാക്കുന്നത്. കുടുംബങ്ങളിലെ ശൈഥില്യവും രക്ഷിതാക്കളുടെ ശ്രദ്ധയില്ലായ്മയും ഒക്കെ ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അവബോധമില്ലായ്മയും ഒക്കെ വിദ്യാർത്ഥികൾ ഇതിനെ അടിമകളാകാൻ കാരണമാകുന്നു. ഗവൺമെന്റ് രാജ്യത്തെ ക്യാമ്പസുകളെ ലഹരി മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സേവ് ലൈഫ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി നടപ്പിലാക്കുന്നു. ലഹരി വസ്തുക്കളുടെ വിദ്യാലയങ്ങളുടെയും കോളേജുകളുടെയും 100 മീറ്റർ പരിധിക്കകത്ത് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നു. നിയമലംഘകർക്ക് പിഴയോടുകൂടിയ തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്തു. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ 85% പുകയില വിരുദ്ധ മുന്നറിയിപ്പ് നൽകും. സിനിമ, ടെലിവിഷൻ പരിപാടികളിൽ മദ്യലഹരി വസ്തുക്കളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തും. പല സംസ്ഥാനങ്ങളും ഇപ്പോൾ തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചിട്ടുണ്ട്. മദ്യപുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള കേരള ഗവൺമെന്റിന്റെ തീരുമാനം മാതൃകാപരമാണ്. ഗവൺമെന്റ് ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് ഊർജ്ജസ്വലമായ ലഹരിയുക്തമായ ഒരു തലമുറയാണ്. സർ, രാജ്യവ്യാപകമായ പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിക്കാൻ ഗവൺമെന്റ് മുതിരാത്തത് എന്തുകൊണ്ട്? യുവതലമുറയുടെ ഭാവിയെ പറ്റി ഉത്കണ്ഠാകുലനായ ലഹരി വസ്തുക്കളുടെ നിരോധനത്തെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. പുകയില നിർമ്മാണ കമ്പനികളുടെ നിന്നും മന്ത്രി അച്ചാരം
സർ, ബഹുമാനപ്പെട്ട അംഗം ഇന്ന് സഭയിലെത്തിയിരിക്കുന്നത് ഇത്തരം ഏതെങ്കിലും ലഹരി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സർ, പുകയില ലഹരി വസ്തുക്കളുടെ നിരോധനം ഗവൺമെന്റിന്റെ ലക്ഷ്യം തന്നെയാണ്. ഒട്ടേറെ ചർച്ചകൾ ആവശ്യമുള്ള ഒരു വിഷയമാണിത്. ഇതിന്റെ ആദ്യഘട്ടമായി ലഹരി വസ്തുക്കൾക്ക് മേലുള്ള നികുതി 8% വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടമായി നടക്കാനിരിക്കുന്ന ചർച്ചകൾക്ക് ശേഷം ഇവയുടെ രാജ്യവ്യാപകമായ നിരോധനം ഗവൺമെന്റ് ഏർപ്പെടുത്തുന്നതാണ്. മന്ത്രിയുടെ പ്രസ്താവന. ബഹുമാനപ്പെട്ട കായിക മന്ത്രി ശ്രീമതി ശ്രീഷ്മ, താങ്കൾക്ക് ദേശീയ ഗെയിംസിനെ പറ്റി പ്രസ്താവന നടത്താം. സർ, ദേശീയ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 35ാമത് ദേശീയ ഗെയിംസ് 2015 ജനുവരി മാസം കേരളത്തിൽ സംഘടിപ്പിക്കുന്നു എന്ന് സഭ അറിയിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടയാണ്. നമ്മുടെ ദേശീയതയുടെ പ്രതിഫലിപ്പിക്കുന്ന ഇത്തരം മേളകൾ രാജ്യത്തിന്റെ യശസ് ഉയർത്തും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഗെയിംസിനുള്ള ഒരുക്കങ്ങൾ കായിക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ പുരോഗമിച്ചു വരികയാണ്. ഇതിനാവശ്യമായ തുക ഗവൺമെന്റ് ബജറ്റിൽ തന്നെ നീക്കിവെച്ചിട്ടുണ്ട്. സ്റ്റേഡിയങ്ങളുടെയും ഗെയിംസ് വില്ലേജിന്റെയും നിർമ്മാണം തകൃതിയായി പുരോഗമിച്ചിരിക്കുകയാണ്. എല്ലാ സഭാംഗങ്ങളും ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ച് ഗെയിംസിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിയമനിർമ്മാണ കാര്യം. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിക്ക് 2014 കായിക ബില്ലിന്റെ അവതരണാനുമതിക്കുള്ള പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2014 കായിക ബിൽ അവതരിപ്പിക്കാനുള്ള അനുമതി നൽകണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. സർ, ഞാൻ ഈ പ്രമേയത്തെ പിന്താങ്ങുന്നു. ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീമതി ആതിര എം കെ, ശ്രീമതി രമ്യ കെ എന്നിവർ ബില്ലിന്റെ അവതരണാനുമതിയെ എതിർത്തുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശ്രീമതി രമ്യക്ക് തന്റെ തടസ്സവാദങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ്. സർ, ഈ ബില്ലിന്റെ അവതരണാനുമതിക്കുള്ള പ്രമേയത്തെ ഞാൻ എതിർക്കുന്നു. നമ്മുടെ സഭയുടെ ചട്ടമനുസരിച്ച് ഒരു ബിൽ അവതരിപ്പിക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും ബില്ലിന്റെ കോപ്പി നൽകിയിരിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ അവതരണാനുമതി തേടിയിരിക്കുന്ന ഈ ബില്ലിന്റെ കോപ്പി ഇന്നലെ വൈകുന്നേരം മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ബില്ലിന്റെ കോപ്പി ലഭിക്കാൻ താമസിച്ചതിനാൽ ബില്ലിന്റെ അവതരണാനുമതി ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് നിഷേധിക്കാവുന്നതാണ്. ബിൽ വായിച്ച് മനസ്സിലാക്കുന്നതിനും ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നതിനും വേണ്ടത്ര സമയം നൽകാതെ അപ്പം ചുടുന്നത് പോലെ ബിൽ ഈ നടപടി നിർത്തലാക്കേണ്ടതാണ്. നിയമനിർമ്മാണമാണ് സഭയുടെ പരമമായ ജോലി. വേണ്ടത്ര അവധാനതയോടെയാണ് സഭ ഈ മഹത്തായ കാര്യം നിർവഹിക്കേണ്ടത്. ബിൽ പഠിച്ച് അംഗങ്ങൾക്ക് ഭേദഗതി നിർദ്ദേശിക്കുന്നതിന് സഹായകരമായ വിധത്തിൽ ഈ ബില്ലിന്റെ അവതരണം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി ആതിര എം കെക്ക് തന്റെ തടസ്സവാദം സംബന്ധിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഞാൻ ഈ ബില്ലിന്റെ അവതരണാനുമതിക്കുള്ള പ്രമേയത്തെ ശക്തമായി എതിർക്കുന്നു. സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ പ്രാവർത്തികമാകുമ്പോൾ എത്ര തുക ചിലവാകുന്ന കാര്യം കൃത്യമായി പറഞ്ഞിരിക്കണം. വലിയ ചിലവൊന്നുമില്ലാതെ കായിക ബിൽ എങ്ങനെ നടപ്പിൽ വരുത്താമെന്ന് ബഹുമാനപ്പെട്ട കായിക മന്ത്രി വ്യക്തമാക്കണം. പുതുക്കിയ ധനകാര്യ മെമ്മോറാണ്ടത്തോടെ മാത്രമേ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന് നൽകാവൂ. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമാക്കാവുന്നതാണ്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങളായ ശ്രീമതി രമ്യ കെ, ശ്രീമതി ആതിര കെ എന്നിവർ കൊണ്ടുവരുന്ന തടസ്സവാദങ്ങൾ നിലനിൽക്കുന്നതല്ല. ഈ ബിൽ അവതരിപ്പിക്കുന്നതിന് 10 ദിവസം മുമ്പ് തന്നെ അച്ചടിച്ച ബില്ലിന്റെ കോപ്പി തപാലിൽ അയച്ചിരുന്നു. കോപ്പി ഇന്നലെ മാത്രം ലഭിച്ചു എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തടസ്സവാദങ്ങൾ നിലനിൽക്കുന്നതല്ല. രണ്ടാമതായി ശ്രീമതി ആതിരയൊക്കെ ഉന്നയിച്ച തടസ്സവാദം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. സർ, നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കായിക ബിൽ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷാംഗങ്ങളുടെ തടസ്സവാദങ്ങൾ നിലനിൽക്കുന്നില്ല. ബഹുമാനപ്പെട്ട അംഗങ്ങളായ
ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമാണ്. ഈ സാഹചര്യത്തിൽ തടസ്സവാദങ്ങൾ നിലനിൽക്കുന്നതല്ല. ആയതിനാൽ തടസ്സവാദങ്ങൾ തള്ളും. 2014 കായിക ബില്ലിന്റെ അവതരണത്തിന് അനുമതി നൽകാമോ എന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ I think ayes have it, ayes have it, ayes have it. ബില്ലിന് അവതരണാനുമതി നൽകിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട കായിക മന്ത്രിക്ക് 2014 കായിക ബിൽ അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2014 കായിക ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിക്ക് 2014 കായിക ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2014 കായിക ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. സർ, ഞാൻ പ്രമേയത്തെ പിന്താങ്ങുന്നു. ബഹുമാനപ്പെട്ട കായിക മന്ത്രിക്ക് സംസാരിക്കാവുന്നതാണ്. സർ, ഈ ബിൽ ഭാരതത്തിലെ കായിക ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന ഒന്നാണ്. ഇതിന്റെ ഒന്നാം വകുപ്പിൽ രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ കോച്ചിങ്ങും മറ്റു കായിക അവസരങ്ങളും ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാം വകുപ്പിൽ സ്കൂൾ പാഠ്യപദ്ധതിയിൽ കായിക വിദ്യാഭ്യാസം നിർബന്ധമാക്കും. കോളേജ്, സർവകലാശാല തലങ്ങളിലെ കായിക പ്രതിഭകൾക്ക് സർക്കാർ ഉദ്യോഗത്തിൽ സംവരണം ഏർപ്പെടുത്തും. കായിക താരങ്ങൾക്ക് അവരുടെ മികവ് തെളിയിക്കാൻ വിദേശ കോച്ചുമാരെ നിയമിക്കുകയും കായിക താരങ്ങളെ വിദേശങ്ങളിലേക്ക് പരിശീലനത്തിന് അയക്കുകയും ചെയ്യും. ഡൽഹിയിൽ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കും. ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിൽ വിജയികളാവുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകും. കായിക സംഘടനകളുടെ ഭരണം മെച്ചപ്പെടുത്താനായി വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കും. കായിക താരങ്ങളുടെ അസന്മാർഗ പ്രവർത്തനങ്ങൾ തടയുകയും ഉത്തേജന മരുന്നുപയോഗം നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. ശക്തമായ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കലാണ് ബില്ലിന്റെ ലക്ഷ്യം. ശ്രീമതി അശ്വതി പി.ക്ക് ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, 2014 കായിക ബിൽ സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കും. സർ, ഈ ബിൽ ഭാരതത്തിലെ കായിക മേഖലയെ സംബന്ധിച്ച ഒരു പ്രധാന നിയമനിർമ്മാണമാണ്. ഇത് കൂടുതൽ ചർച്ചയ്ക്ക് ശേഷം പാസാക്കുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. ബിൽ ഒരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കുകയാണെങ്കിൽ കൂടുതൽ ചർച്ചയ്ക്ക് ശേഷം ബിൽ കൂടുതൽ കുറ്റമറ്റതും ശക്തവുമാക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ആയതിനാൽ ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി ശ്രുതി പി.ക്കും ശ്രീമതി അശ്വതിയുടെ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാവുന്നതാണ്. സർ, ഞാൻ ഈ ഭേദഗതിയെ അനുകൂലിക്കുകയാണ്. ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തു വെച്ച് കമ്മിറ്റി കൂടുകയും കായിക മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധ വ്യക്തികളുമായി വിവരങ്ങൾ ചർച്ചകൾ നടത്തിയും ഈ നിയമം കുറ്റമറ്റതാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. ഈ ഭേദഗതിയെ ഞാൻ ശക്തമായി അനുകൂലിക്കുന്നു. ശ്രീമതി മനീഷയ്ക്ക് ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 2ാം നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, 2014 കായിക ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി 2014 നവംബർ 30 വരെ സർക്കുലേറ്റ് ചെയ്യണമെന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു. സർ, ഈ ബിൽ ഭാരതത്തിന്റെ കായികരുടെ മാഗ്നാ കാർട്ടയാണെന്ന് ഞാൻ ഭാരതത്തിന് ഉന്നത സ്ഥാനം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബഹുമാനപ്പെട്ട മന്ത്രി അവതരിപ്പിച്ച ബില്ലിൽ ഒട്ടേറെ ഗുണപരമായ നിർദ്ദേശങ്ങളുണ്ട്. രാജ്യത്ത് പുതിയൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുവാൻ കായിക താരങ്ങൾക്ക് പ്രോത്സാഹനം ഈ ബില്ലിലെ പല വ്യവസ്ഥകളും സഹായകരമാവും. ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്താൽ ഈ ബിൽ കൂടുതൽ വിഭാഗം ജനങ്ങൾക്കും കായിക താരങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന തരത്തിൽ മാറ്റാൻ കഴിയും. അതുകൊണ്ട് ബിൽ 2014 നവംബർ 30 വരെ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന ഭേദഗതി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി ആതിര ശശിക്ക് ശ്രീമതി മനീഷ അവതരിപ്പിച്ച ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാവുന്നതാണ്. സർ, ഞാൻ ശ്രീമതി മനീഷ അവതരിപ്പിച്ച ഭേദഗതിയെ അനുകൂലിക്കുന്നു. എന്തെന്നാൽ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഒരു ചുവടുവയ്പ് കായിക മേഖലയ്ക്ക് പുതുജീവൻ നൽകും. രാജ്യത്തെ പല കായിക താരങ്ങളും ഒട്ടേറെ കഴിവുകളുണ്ടായിട്ടും മതിയായ
ഭേദഗതികളെ കുറിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഈ സമ്മേളനത്തിൽ തന്നെ ചർച്ച ചെയ്ത് പാസ്സാക്കണമെന്ന് കാലാവസ്ഥ സമിതി യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. സബ്ജക്ട് കമ്മിറ്റിയുടെ യോഗത്തിൽ തന്നെ ഈ ബില്ലിന്റെ എല്ലാ വകുപ്പുകളും ആഴത്തിൽ പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കാവുന്നതാണ്. സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കും പൊതുജനാഭിപ്രായം ആരായുന്നതിനുമായി സർക്കുലേറ്റ് ചെയ്താൽ ഈ സമ്മേളനത്തിൽ ബിൽ പരിഗണിക്കുന്നതിന് സാധിക്കാതെ വരും. ആയതിനാൽ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് അയക്കണമെന്ന ഭേദഗതിയും സർക്കുലേറ്റ് ചെയ്യണമെന്ന ഭേദഗതിയും അംഗീകരിക്കാൻ കഴിയില്ല. ശ്രീമതി മനീഷ, അങ്ങയുടെ 1-ാം നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സർ, ഞാൻ പ്രസ് ചെയ്യുന്നു. ഭേദഗതി പ്രസ് ചെയ്യുന്നതിനാൽ ഭേദഗതിയെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ I think ayes have it, ayes have it, ayes have it. ഭേദഗതി സഭ അംഗീകരിക്കുന്നു. ശ്രീമതി ആതിര ശശി, ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന അങ്ങയുടെ 2-ാം നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സർ, ഞാൻ പ്രസ് ചെയ്യുന്നില്ല. പ്രസ് ചെയ്യാത്തതിനാൽ സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി 2014 കായിക ബിൽ സംബന്ധിച്ച് 1-ാം നമ്പർ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ I think ayes have it, ayes have it, ayes have it. പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ 1-ാം സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുന്നു. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് പ്രകാരമുള്ള 2014 അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന ബിൽ ഭാരതം പരിഗണനയ്ക്കെടുക്കണമെന്ന പ്രമേയം ബഹുമാനപ്പെട്ട നിയമമന്ത്രിക്ക് അവതരിപ്പിക്കാവുന്നതാണ്. സർ, ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2014 അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. സർ, ഞാൻ ഈ പ്രമേയത്തെ പിന്താങ്ങുന്നു. JPSC റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2014 അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ I think ayes have it, ayes have it, ayes have it. ബിൽ പരിഗണനയ്ക്ക് എടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2-ാം വകുപ്പ്. 2-ാം വകുപ്പിന് നൽകിയിട്ടുള്ള അംഗങ്ങൾക്ക് ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. ഭേദഗതി നമ്പർ 10 ശ്രീമതി ഗോപിക. ഭേദഗതി നമ്പർ 11 ശ്രീമതി അശ്വിനി കൃഷ്ണൻ. ശ്രീമതി ഗോപിക. സർ, 2-ാം വകുപ്പ് H ഉപവകുപ്പിൽ 2 വർഷം മുതൽ 8 വർഷം വരെയുള്ള തടവിന് 7,000 മുതൽ 10,000 വരെ പിഴയ്ക്ക് അർഹരാണെന്നതിന് പകരം 3 വർഷം മുതൽ 10 വർഷം വരെയുള്ള തടവിന് 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ അർഹരാക്കണമെന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു. ശ്രീമതി അശ്വിനി. സർ, 2-ാം വകുപ്പ് കെ ഉപവകുപ്പിൽ അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന കർമ്മങ്ങൾ വഴി അഴിമതി നിരോധന വകുപ്പിന് സമാനമായി ഗവൺമെന്റ് കണ്ടുകെട്ടണമെന്നതിലെ സ്വത്തുക്കൾ എന്നത് സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നാക്കണമെന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നിയമമന്ത്രി നിത്യ, ഈ ഭേദഗതികൾ അംഗീകരിക്കുന്നുണ്ടോ? സർ, ബഹുമാനപ്പെട്ട അംഗങ്ങളായ ശ്രീമതി ഗോപികയും ശ്രീമതി അശ്വിനിയും അവതരിപ്പിച്ച ഭേദഗതി അംഗീകരിക്കാൻ നിർവാഹമില്ല. 2 മുതൽ 8 വർഷം വരെയുള്ള തടവ് ശിക്ഷയും 5,000 മുതൽ 1 വർഷം വരെയുള്ള പിഴയും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് മതിയായ ശിക്ഷ തന്നെയാണ്. ബഹുമാനപ്പെട്ട അംഗം നിർദ്ദേശിച്ച പോലെ ശിക്ഷ വർദ്ധിപ്പിക്കണമെങ്കിൽ IPC നിയമത്തിൽ ഭേദഗതികൾ ആവശ്യമായി വരും. ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി അശ്വിനി മുന്നോട്ട് വെച്ച ഭേദഗതി സ്വത്തുക്കൾ എന്നതിൽ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഉൾപ്പെടും. ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി ഗോപിക, താങ്കളുടെ 10-ാം നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സർ, ഞാൻ പ്രസ് ചെയ്യുന്നില്ല. ഭേദഗതി പ്രസ് ചെയ്യാത്തതിനാൽ സഭയുടെ അനുമതിയോടുകൂടി ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി അശ്വിനി, താങ്കളുടെ 11-ാം നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സർ, ഭേദഗതി ഞാൻ പ്രസ് ചെയ്യുന്നു. ശ്രീമതി അശ്വിനി അവതരിപ്പിച്ച 11-ാം നമ്പർ ഭേദഗതിയെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ I think ayes have it, ayes have it, ayes have it. ഭേദഗതി സഭ തള്ളിയിരിക്കുന്നു.
സംഘടനയോ കമ്പനിയോ ആണ് എങ്കിൽ സമയത്ത് സ്ഥാപനത്തിന്റെ സംഘടനയുടെ അല്ലെങ്കിൽ കമ്പനിയുടെ ചുമതലയുണ്ടായിരുന്ന വ്യക്തിക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എന്നതിന് പകരം വ്യക്തികൾക്ക് എന്നാക്കണമെന്ന 12ാം നമ്പർ ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നിയമമന്ത്രി ഭേദഗതി അംഗീകരിക്കുന്നുണ്ടോ? സർ, ഭേദഗതി ഞാൻ അംഗീകരിക്കുന്നു. 5B ഉപവകുപ്പിന് കുമാരി ഗിരിപ്രിയ അവതരിപ്പിച്ച 12ാം നമ്പർ ഭേദഗതി അംഗീകരിക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? I think ayes have it, ayes have it, ayes have it. ഭേദഗതി സഭ അംഗീകരിച്ചിരിക്കുന്നു. ഇനി ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 5ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? I think ayes have it, ayes have it, ayes have it. 5ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 6ാം വകുപ്പ്. 6ാം വകുപ്പിന് ഭേദഗതി ഇല്ല. ഇനി 6ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? I think ayes have it, ayes have it, ayes have it. 6ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. 7ാം വകുപ്പ്. 7ാം വകുപ്പിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമതി ലേഖ നൽകിയിട്ടുള്ള 13ാം നമ്പർ ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. സർ, 7ാം വകുപ്പിൽ 13ാം നമ്പർ ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു. സർ, ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തതിനായി സംസ്ഥാന ഗവൺമെന്റുകൾ നിയമം പ്രാബല്യത്തിൽ വന്ന് 6 മാസത്തിനകം പ്രത്യേക കോടതികൾ സ്ഥാപിക്കണം എന്നാണ് ബില്ലിൽ. അത് നേരത്തെയാക്കണം. അതിനാലാണ് 3 മാസം എന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ ഭേദഗതി ഗവൺമെന്റ് അംഗീകരിക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രി ശ്രീമതി ലേഖയുടെ 13ാം നമ്പർ ഭേദഗതി അംഗീകരിക്കുന്നുണ്ടോ? സർ, നിയമപ്രാബല്യത്തിൽ വന്നാൽ പ്രത്യേക കോടതികൾ രൂപീകരിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സാവകാശം നൽകേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 6 മാസമെങ്കിലും വേണ്ടിവരും. ആയതിനാൽ ഭേദഗതി സ്വീകരിക്കാൻ നിർവാഹമില്ല. ശ്രീമതി ലേഖ, താങ്കളുടെ 13ാം നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സർ, ഭേദഗതി ഞാൻ പ്രസ് ചെയ്യുന്നില്ല. ഭേദഗതി പ്രസ് ചെയ്യാത്തതിനാൽ സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി 7ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാകാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? I think ayes have it, ayes have it, ayes have it. 7ാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 8 മുതൽ 32 വരെയുള്ള വകുപ്പുകൾ. 8 മുതൽ 32 വരെയുള്ള വകുപ്പുകൾക്ക് ഭേദഗതിയില്ല. ഇനി 8 മുതൽ 32 വരെയുള്ള വകുപ്പുകൾ ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? I think ayes have it, ayes have it, ayes have it. 8 മുതൽ 32 വരെയുള്ള വകുപ്പുകൾ ബില്ലിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. 1ാം വകുപ്പും പീഠികയും പേരും. 1ാം വകുപ്പിനും പീഠികയ്ക്കും പേരിനും ഭേദഗതിയില്ല. ഇനി 1ാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? I think ayes have it, ayes have it, ayes have it. 1ാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. 3ാം വായന. നിയമമന്ത്രിക്ക് 2014 അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന ബിൽ പാസ്സാക്കണമെന്ന പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, 2014 അന്ധവിശ്വാസ ദുരാചാര നിർമ്മാർജ്ജന ബിൽ ഇന്ത്യ പാസ്സാക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. സർ, ഞാൻ ഈ പ്രമേയത്തെ പിന്താങ്ങുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്ലീസ്. സർ, അന്ധവിശ്വാസ ദുരാചാരത്തിലെ പല വകുപ്പുകളും ജനവിരുദ്ധമാണ്. പല മതാചാരങ്ങളുടെയും സാമൂഹിക അനുഷ്ഠാനങ്ങളുടെയും കടയ്ക്കൽ കത്തിവയ്ക്കുന്നതാണ്. പ്രസ്തുത നിയമം മൂലം പല ആചാരാനുഷ്ഠാനങ്ങളും നിയമവിരുദ്ധവും കുറ്റകരവുമായി മാറും. ഇത് പല ജനങ്ങളുടെയും മതവികാരങ്ങളെ വ്രണപ്പെടുത്തും. ആയതിനാൽ ബില്ല് പിൻവലിക്കണം.
ശാസ്ത്രീയവും മാനുഷികവുമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉറപ്പാക്കാനുള്ളതാണ് ഈ ബിൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന 51A ബിൽ പാസ്സാക്കണമെന്ന പ്രമേയത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ. I think A's have it, A's have it, A's have it. പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ഐക്യകണ്ഠേന പാസ്സാക്കി. സഭ ഇപ്പോൾ പിരിയുന്നതാണ്.